എന്തായാലും ശ്രുതി സൂപ്പറായിട്ട് പാടി. എന്തായാലും നമുക്ക് ഈ പാട്ട് ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞ സൗഭാഗ്യ ചേച്ചിയിൽ നിന്ന് തുടങ്ങാം.
ചേച്ചി പറയൂ. ശ്രുതി ലക്ഷ്മി ആസ് യൂഷ്വൽ നന്നായി പാടി. എനിക്ക് സെന്തൂര പൂവെ ആ ഒരു സോങ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കയറി കേട്ടോ, ടോപ്പിലായി ഇത്. അതിൽ കുറേയൊക്കെ മൈന്യൂട്ട് കറക്ഷൻസ് ഒക്കെ മോള് ശ്രദ്ധിച്ച് അതൊക്കെ ഇതിനകത്ത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. വളരെ നന്നായിട്ട് പാടി. എനിക്ക് ഈ സോങ് ഫേവറേറ്റ് ആവാൻ കാരണം തന്നെ ജാനകി അമ്മ അത് പാടുമ്പം ഓരോ വേർഡിൻ്റെ മീനിങ് എന്താണോ അതിൻ്റെ ആ മീനിങ് ആ ഫീൽ അതേപോലെ പാടുന്നതിൽ കൊണ്ടുവരും. നെഞ്ചുക്കുള്ള ഭാരം എന്നൊക്കെ പറയുമ്പോൾ യൂഷ്വലി നമുക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഏങ്ക വെച്ചാന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു എൻലെസ് വെയിറ്റിംഗ്, ഇതൊക്കെ പാടുന്നതിലൂടെ ആ കൺവേ ചെയ്ത് തരും, ഫീൽ കൺവേ ചെയ്ത് തരുന്ന. അത് മോള് നല്ലോണം ട്രൈ ചെയ്തു അതുപോലെ ആ ഫീൽ കൊണ്ടുവരാൻ. ആ മോഡുലേഷനൊക്കെ നല്ലോണം ഒരു ഇമിറ്റേഷൻ നല്ലൊരു രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതായത് അത് നോക്കി മോള് നല്ലതെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗുഡ് ട്രൈ, വെരി ഗുഡ് ട്രൈ, നന്നായി പാടി. വിവേകേട്ടാ. എനിക്ക് സൗഭാഗ്യ പറഞ്ഞ പോലെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, കേൾക്കാൻ ഭയങ്കര സുഖമായിരുന്നു. ഇവിടെ ഇരുന്ന് നമ്മൾ അങ്ങനെ ആസ്വദിച്ചിരിക്കുക. നമ്മളൊരു എന്താ പറയുക, ഒരിങ്ങനെ ഒഴുകി പോകുന്ന പോലത്തെ ഒരു ഫീലിങ്ങിനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര നന്നായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ പാട്ടുകളും നന്നായിട്ട് പാടുന്നു. നല്ല സോങ് സെലക്ഷൻ ഇതുവരെ പാടിയിട്ടുള്ളതും എല്ലാം കൂടെ വെച്ച് നോക്കുവാണെങ്കിൽ ശ്രുതിയുടെ സോങ് സെലക്ഷനൊക്കെ ഭയങ്കര പക്ക. എന്താ പറയുക, ഈ വോയിസിന് ആപ്റ്റായിട്ടുള്ള സോങ്സും സെലക്ട് ചെയ്ത് എല്ലാം നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും ട്രൈ ഒന്നും ചെയ്യാതെ എല്ലാം നന്നായിട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. താങ്ക് യു വിവേകേട്ടാ. അമ്മു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഒരുപാട് നന്നായിട്ടാണ് പാടിയത്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് പെർഫോമൻസ് കണ്ടപ്പോൾ വിചാരിച്ചു ശ്രുചിയുടെ ബെസ്റ്റ് പെർഫോമൻസ് അതായിരിക്കുന്നു. പക്ഷേ ഇത് കേട്ടപ്പോൾ ഇതാണ് ബെസ്റ്റ് പെർഫോമൻസ് തോന്നുന്നു. അതാണ് ശ്രുതിയുടെ പ്ലസ് പോയിന്റ്. ഓരോ പെർഫോമൻസ് കഴിയും തോറും ഇമ്പ്രൂവായി വരാണ്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ സോങ് സെലക്ഷൻ അതേപോലത്തെയാണ്, നല്ല നല്ല സോങ്സ് ആണ് കൊണ്ടുവരാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ഡ്രസ്സും മെറ്റയറും ആ പാടിയ രീതി മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. ലാസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് മാമ ഉദടപ്പെട്ട് നാദം തരും കുഴൽ, അതിൽ എക്സാക്ട്ലി എനിക്ക് ആ ഒരു ട്രാക്ക് കേൾക്കുന്ന പോലെ തോന്നി. കാരണം അത് ഫസ്റ്റ് സോങ് ഇങ്ങനെ ആയിക്കൂടെ എന്നൊരു സംശയം. സെക്കൻഡിൽ ഒരു പിണക്കമാണ്. ഇത് മാമൻ കാതിലേരാതാന്ന് പറഞ്ഞത് എനിക്ക് ടിപ്പിക്കലി ഒരു ആ ഹസ്കി ആയിട്ട് ഇച്ചിരി മോള് പാടിയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എക്സാക്ട്ലി ആ ട്രാക്കിൽ കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കൂടെ പാടാമോ ആ പോർഷൻ? நாளும் தவமிருந்து நானும் கேட்டவரம் ஓடும் காலம் வாராதா மாமன் காதிலேராதா. സൗഭാഗ്യ ചേച്ചിക്ക് എത്ര കേട്ടിട്ട് മതിയാവണില്ല. എന്താ ചെയ്യാ, അടിപൊളിയായിരുന്നു. സൗഭാഗ്യ വീട്ടിലെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ മേടിച്ചു വെച്ചോ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയാൽ പാടിത്തില്ല. അതുപോലെ വീട്ടിൽ പോകുമ്പോൾ അച്ഛനെയും കൂടെ കാണണം. അച്ഛൻ മറ്റേ മലബാർ ഫ്രണ്ട്സിലെ എല്ലാവരും അന്വേഷണമൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും അന്വേഷണം പറഞ്ഞു. പ്രൊമോഷൻ കിട്ടുമോ ഉടനെ? പ്രതീക്ഷയുണ്ട്, ചെലവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെലവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു പോയത്. തീർച്ചയായിട്ടും. എന്തായാലും ശ്രുതി, എന്റെ മനസ്സിൽ ഇങ്ങനെ ഇത് ഇളയരാജ ഫാൻ ആയിരിക്കും ഈ സോങ് എടുക്കുന്നത് അതോ ജാനകി അമ്മ ഫാൻ ആയിരിക്കും ഈ സോങ് എടുക്കുന്നത് ഞാൻ ഓർത്തിരിക്കുമായിരുന്നു. ആൻഡ് മോള് തന്നെ ഇത് എടുത്തു. ഞാൻ ആ ഒരു കൺഫ്യൂഷൻ, ഇത് ആരായിരിക്കും വന്ന് ഈ സോങ് പാടാൻ പോകുന്നതെന്ന് വിചാരിച്ചു. ഈ സോങ് എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ഈ ഷോയിൽ. അപ്പോൾ എന്തായാലും മോള് പാടി ഇത് ബ്രില്യൻ്റ് ആക്കി കേട്ടോ. വെരി ഗുഡ്. ചേച്ചി പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത അനൂപ് ചേട്ടൻ പ്രോഗ്രാം ഉണ്ട്, തരും. ഇനി വേണ്ട സപ്പോർട്ട്, ഇനി സപ്പോർട്ട് ചെയ്യല്ലേ അനുവേട്ടാ. അനുവേട്ട തല പേര് കേൾക്കുമ്പോഴേ വേണ്ട ഞാൻ പറഞ്ഞില്ല. നമ്മളെല്ലാരും ഒരേപോലെ ഇങ്ങനെ എൻജോയ് ചെയ്തൊരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോകരുത് ഇടയ്ക്ക്. ഫ്ലൂട്ടിന്റെ ആ പാർട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. ഫ്ലൂട്ടിന്റെ ആ പാർട്ട് ബ്രില്യന്റ്, കിടിലൻ. എനിവേ ശ്രുതി, ഇത്രയും നല്ല മോട്ടിവേറ്റേഴ്സിനെ കിട്ടിയതിന് യു ആർ സോ ലക്കി.